യേശുമിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. പാശ്ചാത്യ സുറിയാനി സഭയുടെ ആരാധനാക്രമത്തെക്കുറിച്ചുള്ള പഠന എപ്പിസോഡിലേക്ക് ഏവർക്കും സ്വാഗതം. ആരാധന എന്നത് സ്വർഗവും ഭൂമിയും സംഗമിക്കുന്ന ഇടമാണ്. ലിറ്റർജി ഈസ് വെയർ ഹെവൻ മീറ്റ്സ് എർത്ത്. ഇത് പാശ്ചാത്യ സുറിയാനി ആരാധനയുടെ ഏറ്റവും മനോഹരവും ആഴമേറിയതുമായ ഒരു ആരാധനാ സങ്കല്പമാണ്. സ്വർഗം താഴേക്ക് ഇറങ്ങി വരികയും ഭൂമി സ്വർഗത്തോളം ഉയർത്തപ്പെടുകയും ചെയ്യുന്ന അത്ഭുതകരമായ നിമിഷമാണ് ആരാധന. സ്വർഗം ഭൂമിയെ സ്പർശിക്കുകയും ഭൂമി സ്വർഗത്തിലേക്ക് ഉയർത്തപ്പെടുകയും ചെയ്യുന്നു. പാശ്ചാത്യ സുറിയാനി പാരമ്പര്യത്തിൽ ആരാധന എന്നത് ഭൂമിയിലിരുന്ന് സ്വർഗത്തിലെ ദൈവത്തോട് പ്രാർത്ഥിക്കുന്നത് മാത്രമല്ല, മറിച്ച് സ്വർഗീയ യാഥാർത്ഥ്യവും ഭൗതിക യാഥാർത്ഥ്യവും ഒന്നുചേരുന്ന അത്യപൂർവമായ ഒരു അനുഭവത്തിൻ്റെ പങ്കുചേരൽ കൂടിയാണ്. ഇവിടെ സമയത്തിനും സ്ഥലത്തിനും അപ്പുറമുള്ള ഒരു സംഗമമുണ്ട്. ട്രാൻസെൻഡിങ് ടൈം ആൻഡ് സ്പേസ്. സാധാരണയായി നാം ചിന്തിക്കുന്നത് സ്വർഗം മുകളിലും ഭൂമി താഴെയുമാണ് എന്നാണ്. എന്നാൽ സുറിയാനി ആരാധനയിൽ വിശുദ്ധ കുർബാനയുടെ സമയം ഭൗതികമായ അതിരുകളെ ഭേദിക്കുന്നതാണ്. വിശുദ്ധ മദ്ബഹ സ്വർഗത്തിൻ്റെ പ്രതീകവും ഹൈക്കല ഭൂമിയുടെ പ്രതീകവുമാണ്. ധൂപക്കുറ്റി വീശുമ്പോഴും വിരി മാറ്റപ്പെടുമ്പോഴും സ്വർഗത്തിൻ്റെയും ഭൂമിയുടെയും മധ്യയുള്ള അതിർവരമ്പുകൾ മാറ്റപ്പെടുകയാണ്. മാലാഖമാരോടും വിശുദ്ധന്മാരോടുമൊപ്പമുള്ള ആരാധന ഇവിടെ സംഭവ്യമാവുകയാണ്. സുറിയാനി പ്രാർത്ഥനകളിലും ഗീതങ്ങളിലും വിശ്വാസികൾ ഒറ്റയ്ക്കല്ല പ്രാർത്ഥിക്കുന്നത്. സ്വർഗീയ ഗണങ്ങളായ ശ്രോപ്പേന്മാർ, ക്രോബേന്മാർ എന്നിവരോടൊപ്പം ചേർന്ന് ഭൗതിക മനുഷ്യൻ ദൈവത്തെ സ്തുതിക്കുന്നു. മാലാഖമാരുടെ സ്വർഗീയ ആരാധനയിൽ ഭൂമിയിലെ മനുഷ്യരും പങ്കാളികളാവുന്നു. ഒപ്പം കടന്നുപോയ സർവ്വവിശുദ്ധരും നമ്മോടൊപ്പം ഈ ആരാധനയിൽ സമ്മേളിക്കുന്നു. ഇത് ഭൂമിയിലെ നമ്മുടെ അസ്തിത്വത്തെ തനിച്ചല്ലെന്നും വിശാലമായ ഒരു ആത്മീയ സമൂഹത്തിൻ്റെ ഭാഗമാണെന്നും നമ്മെ ഓർമ്മിപ്പിക്കുന്നു. സ്വർഗീയ അനുഭവം ഭൂമിയിൽ ലഭ്യമാവുകയാണ്. മറ്റു വാക്കുകളിൽ പറഞ്ഞാൽ എസ്കത്തോളജിക്കൽ ഫോർടേസ്റ്റ്, സ്വർഗീയ ആനന്ദത്തിൻ്റെ മുന്നാസ്വാദനം ഇവിടെ ലഭ്യമാവുകയാണ്. ഭൂമിയിലെ കഷ്ടപ്പാടുകളും ബലഹീനതകളും നിറഞ്ഞ ജീവിതത്തിലേക്ക് സ്വർഗീയ സമാധാനവും പ്രകാശവും കടന്നു വരുന്ന നിമിഷമാണിത്. ബലിപീഠത്തിൽ അപ്പവും വീഞ്ഞും ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി മാറുമ്പോൾ ദൈവിക ജീവൻ മനുഷ്യൻ്റെ പച്ചയായ അസ്തിത്വത്തിലേക്ക് ഒഴുകി എത്തുകയാണ്. ചുരുക്കത്തിൽ ആരാധന എന്നത് കേവലം ഒരു ഭൂതകാല ഓർമ്മ പുതുക്കലല്ല, മറിച്ച് സ്വർഗവും ഭൂമിയും ദൈവവും മനുഷ്യനും തമ്മിൽ സമ്മേളിക്കുന്ന വർത്തമാനകാല അനുഭവമാണ്. ഭൂമിയിലെ നമ്മുടെ താൽക്കാലിക ജീവിതത്തിന് സ്വർഗീയമായ അർത്ഥവും മൂല്യവും നൽകുവാൻ ഈ സംഗമം ഇടയാക്കുന്നു. പാശ്ചാത്യ സുറിയാനി ആരാധനയിൽ സ്വർഗീയ കാര്യങ്ങൾ എന്നത് കേവലം സങ്കല്പങ്ങളല്ല, മറിച്ച് വിശുദ്ധ കുർബാനയിലൂടെ കൂദാശകളിലൂടെ ഭൂമിയിൽ വിശ്വാസി നേരിട്ട് അനുഭവിച്ചറിയുന്ന ദൈവിക യാഥാർത്ഥ്യങ്ങളാണ്. സുറിയാനി പാരമ്പര്യത്തിൽ മദ്ബഹ എന്നത് ഭൂമിയിലെ സ്വർഗമായും അവിടെ നടക്കുന്ന ആരാധന സ്വർഗീയ ആരാധനയുടെ പ്രതിഫലനമായും കരുതപ്പെടുന്നു. ഈ ആരാധനയിലെ പ്രധാനപ്പെട്ട സ്വർഗീയ കാര്യങ്ങൾ താഴെ പറയുന്നവയാണ്. 1. സ്വർഗീയ ബലിപീഠവും സിംഹാസനവും. പാശ്ചാത്യ സുറിയാനി പാരമ്പര്യത്തിൽ ദൈവാലയത്തിലെ മദ്ബഹ കേവലം ഒരു കെട്ടിടത്തിൻ്റെ ഭാഗമല്ല, മറിച്ച് ദൈവത്തിൻ്റെ സ്വർഗീയ സിംഹാസനമാണ്. മദ്ബഹായുടെ മധ്യത്തിലുള്ള വിശുദ്ധ ത്രോണോസ് ക്രിസ്തുവിൻ്റെ കല്ലറയായും അതേസമയം സ്വർഗീയ സിംഹാസനമായും പ്രതീകമാക്കപ്പെടുന്നു. മദ്ബഹായെ ഭൂമിയിലെ സ്വർഗമായി കാണുന്നതുകൊണ്ടാണ് അതിനെ അതിവിശുദ്ധിയോടും ഭയഭക്തിയോടും നാം സമീപിക്കുന്നത്. 2. മാലാഖമാരുടെ പങ്കാളിത്തം, ഏഞ്ചലിക് കോവർഷിപ്പ്.
ആരാധനയുടെ ഓരോ ഘട്ടത്തിലും സ്വർഗീയ ഗണങ്ങളായ ക്രോബേന്മാർ, ശ്രോപ്പേന്മാർ, മറ്റു മാലാഖമാർ എന്നിവർ ത്രോണോസിന് ചുറ്റും അണിനിരക്കുന്നു എന്ന് സുറിയാനി പിതാക്കന്മാർ പഠിപ്പിക്കുന്നു. പ്രത്യേകിച്ച് ത്രൈശുദ്ധ കീർത്തനം ട്രിസാഗിയോൺ, അതായത് ദൈവമേ നീ പരിശുദ്ധനാകുന്നുവെന്ന് 3 പ്രാവശ്യം നാം ഉദ്ഘോഷിക്കുമ്പോൾ സ്വർഗീയ മാലാഖമാരോടൊപ്പം നാമും ഈ സ്തുതിപ്പിൽ പങ്കുചേരുകയാണ്. മറ്റൊരു കാര്യം, മാലാഖമാരുടെ സ്തുതിഗീതം സാങ്ക്തൂസ്, പരിശുദ്ധൻ 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 എന്ന ഗീതത്തിലൂടെ ഭൗതികരായ മനുഷ്യരും അദൃശ്യരായ മാലാഖമാരും ഒരുമിച്ച് ഒരേ ശബ്ദത്തിൽ ദൈവത്തെ സ്തുതിക്കുന്നു. മൂന്നാമത്, പരിശുദ്ധാത്മാവിൻ്റെ ആവസിപ്പ്. പാശ്ചാത്യ സുറിയാനി കുർബാനയുടെ ഏറ്റവും പ്രധാനപ്പെട്ട സ്വർഗീയ നിമിഷമാണ് എപ്പിക്ലേസിസ് അഥവാ പരിശുദ്ധാത്മാവിനോടുള്ള ഈ പ്രാർത്ഥന. പുരോഹിതൻ തൻ്റെ കൈകൾ ചിറകുകൾ പോലെ വീശി പ്രാർത്ഥിക്കുമ്പോൾ സ്വർഗം തുറക്കപ്പെടുകയും പരിശുദ്ധ റൂഹ തീജ്വാലയായി അപ്പത്തിലും വീഞ്ഞിലും ഇറങ്ങി വരികയും ചെയ്യുന്നു. ഇത് തികച്ചും ഒരു സ്വർഗീയ ഇടപെടലാണ്. 4, ജീവൻ്റെ അപ്പം, അതായത് അദൃശ്യമായ ദൈവിക ഭക്ഷണം. സാധാരണ ഭൗതിക വസ്തുക്കളായ അപ്പവും വീഞ്ഞും പരിശുദ്ധ റൂഹായുടെ ആവാസത്താൽ ക്രിസ്തുവിൻ്റെ ജീവനുള്ള ശരീരവും രക്തവുമായി മാറുന്നു. ഇത് സ്വർഗീയ മന്നയ്ക്ക് തുല്യമാണ്. ഈ രഹസ്യങ്ങളിൽ പങ്കുചേരുന്നതിലൂടെ മനുഷ്യൻ നിത്യജീവൻ്റെ അഥവാ സ്വർഗീയ അസ്തിത്വത്തിൻ്റെ പങ്കാളിയാകുന്നു. 5, പ്രകാശവും സുഗന്ധവും. സുറിയാനി ആരാധന പഞ്ചേന്ദ്രിയങ്ങളിലൂടെ സ്വർഗത്തെ അനുഭവിക്കുവാൻ വിശ്വാസിയെ സഹായിക്കുന്നു. വെളിച്ചം, തിരികൾ കത്തിക്കുന്നതും മറ മാറ്റുമ്പോൾ ബലിപീഠത്തിൽ കാണുന്ന പ്രകാശവും ക്രിസ്തുവാകുന്ന സ്വർഗീയ പ്രകാശത്തെ സൂചിപ്പിക്കുന്നു. ധൂപം, ധൂപക്കുറ്റിയിൽ നിന്ന് ഉയരുന്ന സുഗന്ധമുള്ള പുക വിശുദ്ധരുടെ പ്രാർത്ഥനകൾ സ്വർഗത്തിലേക്ക് ഉയരുന്നതിൻ്റെയും സ്വർഗീയ സാന്നിധ്യത്തിൻ്റെ അനുഗ്രഹത്തിൻ്റെയും പ്രതീകമാണ്. 6, സമയത്തിനതീതമായ നിത്യതയുടെ ഒരു ജീവിതം. ഈ ആരാധനയിൽ ഭൂതകാലവും വർത്തമാനകാലവും ഭാവി കാലവും ഒന്നുചേരുകയാണ്. നിന്റെ രണ്ടാമത്തെ വരവിനെ ഞങ്ങൾ ഓർക്കുന്നു എന്ന് സഭ ഉദ്ഘോഷിക്കുമ്പോൾ വിശ്വാസി സമയത്തിനപ്പുറത്തുള്ള സ്വർഗീയ നിത്യതയെ, ഇറ്റേണിറ്റിയെ ഈ ലോകത്തിൽ വെച്ച് തന്നെ അനുഭവിച്ചറിയുകയാണ്. ചുരുക്കത്തിൽ, പാശ്ചാത്യ സുറിയാനി ആരാധനയിലെ സ്വർഗീയ കാര്യങ്ങൾ എന്നത് വിണ്ണിലെ കാര്യങ്ങളെ മണ്ണിലിരുന്ന് ധ്യാനിക്കൽ മാത്രമല്ല, മറിച്ച് സ്വർഗത്തിൻ്റെ വാതിലുകൾ തുറക്കപ്പെടുകയും ഭൂമിയിലുള്ള മനുഷ്യൻ ദൈവിക രഹസ്യങ്ങളിൽ നേരിട്ട് പങ്കാളിയാവുകയും ചെയ്യുന്ന അനുഭൂതിയാണ്. പാശ്ചാത്യ സുറിയാനി ആരാധനയിൽ സ്വർഗീയ കാര്യങ്ങൾ പോലെ തന്നെ തുല്യ പ്രാധാന്യമുള്ളതാണ് ഭൗമിക കാര്യങ്ങളും. സുറിയാനി ആരാധന പാരമ്പര്യം ഭൗതിക ലോകത്തെ തള്ളിക്കളയുകയോ അതിനെ മോശമായി കാണുകയോ ചെയ്യുന്നില്ല. മറിച്ച് മനുഷ്യൻ്റെ അനുദിന ഭൗതിക ജീവിതത്തെയും ഈ ഭൂമിയെയും ആരാധനയുടെ കേന്ദ്രത്തിലേക്ക് പ്രതിഷ്ഠിക്കുകയാണ്. പാശ്ചാത്യ സുറിയാനി ആരാധനയിലെ പ്രധാനപ്പെട്ട ഭൗമിക കാര്യങ്ങൾ: 1, പച്ചയായ ഭൗതിക വസ്തുക്കളുടെ ഉപയോഗം, യൂസ് ഓഫ് എർത്ത്ലി എലമെൻറ്റ്സ്. ഈ ആരാധനക്രമം തികച്ചും ഭൗതികമായ കാര്യങ്ങളിലൂടെയാണ് ദൈവിക അനുഭവം നൽകുന്നത്. ഉദാഹരണത്തിന് അപ്പവും വീഞ്ഞും. മനുഷ്യൻ അധ്വാനിച്ചുണ്ടാക്കുന്ന ഗോതമ്പും മുന്തിരിയും, അതായത് ഭൂമിയുടെയും മനുഷ്യ അധ്വാനത്തിൻ്റെ ഫലമാണ് സമർപ്പിക്കുന്നത്. വെള്ളം, എണ്ണ, ധൂപവർഗം അത് പ്രകൃതിയിൽ നിന്ന് ലഭിക്കുന്ന ഘടകങ്ങളാണ്. അവയെ വിശുദ്ധീകരിച്ച് ആരാധനയ്ക്കായി ഉപയോഗിക്കുന്നു. പ്രകൃതിയും ഭൗതിക പ്രപഞ്ചവും ദൈവിക കൃപയെ വഹിക്കാൻ പ്രാപ്തമാണ്. 2, മനുഷ്യൻ്റെ അനുദിന ആവശ്യങ്ങളും അധ്വാനവും, ഹ്യൂമൻ ലേബർ ആൻഡ് ഡെയിലി നീഡ്സ്. വിശുദ്ധ കുർബാനയിലെ മധ്യസ്ഥ പ്രാർത്ഥനകളിൽ ഈ ഒരാശയം നമുക്ക് കുറച്ചുകൂടി വ്യക്തമായിട്ട് കാണാൻ സാധിക്കും. ഒരു ആത്മീയമായ രക്ഷ മാത്രമല്ല, ഭൗതിക ജീവിതത്തിൻ്റെ സുഗമമായ നിലനിൽപ്പും ഇവിടെ പ്രാർത്ഥനയുടെ വിഷയമാകുകയാണ്. കൃഷിയും കാലാവസ്ഥയും ഇവിടുത്തെ വിഷയമാണ്. അനുയോജ്യമായ മഴയ്ക്കും നല്ല വിളവിനും ധാന്യങ്ങളുടെ സമൃദ്ധിക്കുമായി പ്രാർത്ഥിക്കുന്നു. ആരോഗ്യം, ഭക്ഷണം, ജോലി എന്നിവയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നു. രോഗികൾക്ക് സൗഖ്യം ലഭിക്കുവാനും വിശക്കുന്നവർക്ക് ഭക്ഷണം ലഭിക്കുവാനും പ്രവാസികൾക്ക് സുരക്ഷിതത്വം ലഭ്യമാകുവാനും വേണ്ടിയുള്ള നിരന്തരമായ പ്രാർത്ഥനകൾ ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും.
3 സാമൂഹിക നീതിയും മനുഷ്യബന്ധങ്ങളും, സോഷ്യൽ ജസ്റ്റിസ് ആൻഡ് ഹ്യൂമൻ റിലേഷൻസ്. സുറിയാനി ആരാധന വ്യക്തി കേന്ദ്രീകൃതമല്ല, മറിച്ച് സമൂഹ കേന്ദ്രീകൃതമാണ്. ഉദാഹരണം, സമാധാനത്തിൻ്റെ കൈമുത്തൽ. ബലിപീഠത്തിൽ ദൈവവുമായി അടുക്കുന്നതിന് മുമ്പ് ഭൂമിയിലുള്ള സഹോദരനുമായി രമ്യതപ്പെടണം. വൈരവും അസൂയയും മാറ്റി പരസ്പര സ്നേഹം പങ്കുവയ്ക്കുന്ന ഭൗതിക ജീവിതക്രമമാണിത്. എളിയവരുടെയും പീഡിപ്പിക്കപ്പെടുന്നവരുടെയും ഓർമ്മ ഇവിടെ നിലനിർത്തുന്നുണ്ട്. ഭരണാധികാരികളുടെ നീതിപൂർവമായ ഭരണത്തിനും പീഡനം അനുഭവിക്കുന്ന മനുഷ്യരുടെ വിടുതലിനുമായി ആരാധനയിൽ നാം പ്രാർത്ഥിക്കുന്നു. 4 മണ്ണും പ്രകൃതി സംരക്ഷണവും, എക്കോളജിക്കൽ ഡൈമെൻഷൻ. സുറിയാനി ആരാധനയിൽ പ്രകൃതി ദൈവത്തിൻ്റെ മഹത്വം വിളിച്ചോതുന്ന ഒരു പുസ്തകമാണ്. സൃഷ്ടിക്കപ്പെട്ട സകല ചരാചരങ്ങളും ദൈവത്തെ സ്തുതിക്കുന്നു. ഈ ആശയം നമ്മുടെ പ്രാർത്ഥനകളിൽ നിറഞ്ഞു നിൽക്കുന്നുണ്ട്. ഭൂമിയെ ചൂഷണം ചെയ്യാനുള്ളതല്ല, മറിച്ച് ദൈവത്തിൻ്റെ സൃഷ്ടിയായി സംരക്ഷിക്കേണ്ടതാണ് എന്ന ഭൗതിക ബോധ്യം ആരാധനയിൽ നമുക്ക് ലഭിക്കുന്നുണ്ട്. 5 മരണം, മർത്യത, മോർട്ടാലിറ്റി ആൻഡ് ഹ്യൂമൻ കണ്ടീഷൻ. മനുഷ്യൻ്റെ ഭൗതിക ശരീരത്തിൻ്റെ പരിമിതികളെ അത് മറച്ചു വെക്കുന്നില്ല. മനുഷ്യ, നീ മണ്ണാകുന്നു, നീ മണ്ണിലേക്ക് മടങ്ങും എന്ന ഭൗമിക യാഥാർത്ഥ്യം ആരാധനയിൽ നിരന്തരം ഓർമ്മിപ്പിക്കപ്പെടുന്നു. ഭൗതിക ശരീരത്തിൻ്റെ വേദനകളും രോഗങ്ങളും മരണഭയവും ദൈവസമക്ഷം തുറന്നു പറയാൻ സുറിയാനി പ്രാർത്ഥനകൾ വിശ്വാസികൾക്ക് വേദി നൽകും. ചുരുക്കത്തിൽ, പാശ്ചാത്യ സുറിയാനി ആരാധന പ്രപഞ്ചത്തെയും ഭൗതിക ജീവിതത്തെയും മാറ്റി നിർത്തുവാനോ വെറുക്കുവാനോ പഠിപ്പിക്കുന്നില്ല, മറിച്ച് ഭൂമിയിലെ അധ്വാനം, പീഡനങ്ങൾ, ആനന്ദം, പ്രകൃതി എന്നിവയെ ദൈവിക പ്രകാശത്തിലേക്ക് ഉയർത്തുകയാണ് ചെയ്യുന്നത്. സ്വർഗവും ഭൂമിയും വേർപിരിഞ്ഞതല്ല, മറിച്ച് ഭൂമിയിലാണ് സ്വർഗത്തിൻ്റെ അനുഭവങ്ങൾ ഉണ്ടാകേണ്ടതെന്ന് ഈ ആരാധന അടിവരയിടുന്നു. സ്വർഗീയ ഭൗമിക സമന്വയം ഇവിടെ നമുക്ക് കാണാൻ സാധിക്കും. ഈ ആരാധനയുടെ മഹത്തായ സവിശേഷത എന്നത് അത് സ്വർഗീയ കാര്യങ്ങളെ ധ്യാനിക്കുമ്പോൾ തന്നെ ഭൗമിക യാഥാർത്ഥ്യങ്ങളെ മറക്കുന്നില്ല എന്നതാണ്. പാശ്ചാത്യ സുറിയാനി പാരമ്പര്യത്തിൽ ആരാധന എന്നത് ഭൂമിയിൽ നിന്ന് സ്വർഗത്തിലേക്ക് ഓടി ഒളിക്കലോ അല്ലെങ്കിൽ സ്വർഗത്തെ മറന്ന് കേവലം ഭൗതിക കാര്യങ്ങളിൽ മുഴുകുകയോ അല്ല, മറിച്ച് സ്വർഗവും ഭൂമിയും പരസ്പരം ആശ്ലേഷിക്കുന്ന ഒരു വിശുദ്ധ സന്ധിയാണ്. ഈ 2 ധാരകളുടെയും മനോഹരമായ കൂട്ടിമുട്ടലും സന്തുലിതാവസ്ഥയും, ഒരു ബാലൻസ് നമുക്ക് താഴെ പറഞ്ഞ രീതിയിൽ ഉപസംഹരിക്കാം. 1 ഭൗതിക വസ്തുക്കൾ സ്വർഗീയ വാഹകരാകുന്നു. ഭൂമിയിലെ പച്ചയായ അനുഭവങ്ങളെയും വസ്തുക്കളെയും വിശുദ്ധ കുർബാനയിലും അതുപോലെ തന്നെ കൂദാശകളിലും നാം കൊണ്ടുവരികയാണ്. പരിശുദ്ധാത്മാവിൻ്റെ അവരോഹണത്തിലൂടെ, അതായത് എപ്പിക്ലേസിസിലൂടെ, ഈ ഭൗതിക ഘടകങ്ങൾ അദൃശ്യമായ സ്വർഗീയ കൃപയുടെയും ജീവൻ്റെയും വാഹകരായിട്ട് മാറുന്നു. 2 അസ്തിത്വത്തിന് സ്വർഗീയമായ അർത്ഥം നൽകുകയാണ്. മനുഷ്യൻ്റെ ഭൗമിക അസ്തിത്വത്തിലെ വേദനകൾ, രോഗങ്ങൾ, അനിശ്ചിതത്വങ്ങൾ, മരണം എന്ന വലിയ യാഥാർത്ഥ്യം എന്നിവയൊക്കെ സ്വർഗീയമായ ഒരർത്ഥം ഈ സുറിയാനി ആരാധന നൽകുകയാണ്. മണ്ണിൽ ജനിച്ചു മണ്ണിലേക്ക് മടങ്ങുന്ന മർത്യന് ഈ ആരാധന നൽകുന്നത് നിത്യജീവൻ്റെയും ഉയർപ്പിൻ്റെയും സ്വർഗീയ പ്രത്യാശയാണ്. 3 ജീവിതത്തിലേക്കുള്ള മടക്കം. നമുക്കറിയാം, പരിശുദ്ധ കുർബാന അവസാനിക്കുന്നത് നിങ്ങൾ സമാധാനത്താലെ പോകുവിൻ എന്നുള്ള ആഹ്വാനത്തോടു കൂടിയാണ്. അത് ദേവാലയത്തിൽ വെച്ച് അവസാനിക്കുന്നില്ല, മറിച്ച് വിശ്വാസി വീണ്ടും സ്വന്തം ഭൗതിക ജീവിതത്തിലേക്ക് ഇറങ്ങിപ്പോകുമ്പോൾ ആരാധന അത് വീണ്ടും ആഘോഷിക്കുകയാണ്. സ്വർഗീയ അനുഭവത്തിൽ പങ്കുചേർന്ന മനുഷ്യൻ ഇനി ഭൂമിയിൽ സ്നേഹത്തിൻ്റെയും നീതിയുടെയും സമാധാനത്തിൻ്റെയും സാക്ഷിയായി ജീവിക്കുവാൻ ആഹ്വാനം ചെയ്യപ്പെടുന്നു. അതാണ് ആഘോഷിക്കുന്ന ആരാധനയും ജീവിക്കുന്ന ആരാധനയും. ഇറ്റ്സ് എ ലിറ്റർജി ആഫ്റ്റർ ലിറ്റർജി. പാശ്ചാത്യ സുറിയാനി ആരാധന സ്വർഗത്തെ ഭൂമിയിലേക്ക് ഇറക്കിക്കൊണ്ടുവരികയും ഭൂമിയെയും അതിലെ മനുഷ്യനെയും സ്വർഗത്തോളം ഉയർത്തുകയും ചെയ്യുന്നു. അത് മർത്യന് അമർത്യതയുടെ രുചി നൽകുന്ന, മണ്ണിലെ ജീവിതത്തിന് വിണ്ണിൻ്റെ പ്രകാശം നൽകുന്ന അത്യപൂർവമായ ആത്മീയ അനുഭവമാണ്. അടുത്തതായിട്ട്, പാശ്ചാത്യ സുറിയാനി ആരാധനക്രമത്തിൽ നിന്ന് ഉത്ഭവിക്കുന്ന
ഒരു ആത്മീയ ദർശനത്തിലെ 3 പ്രധാനപ്പെട്ട ആശയങ്ങളാണ് നാം കാണുവാൻ ശ്രമിക്കുന്നത്. അത് ശുദ്ധീകരണം, പ്യൂരിഫിക്കേഷൻ, പ്രകാശീകരണം, ഇല്യൂമിനേഷൻ, ദൈവീകരണം, ഡെയിഫിക്കേഷൻ എന്നീ ഘട്ടങ്ങളാണ്. ക്രിസ്തീയ ആത്മീയ യാത്രയിലെ ഈ 3 അനുഭവങ്ങൾ ഇത് വെറും സിദ്ധാന്തങ്ങളായിട്ടല്ല, മറിച്ച് ആരാധനയുടെ ഓരോ പ്രാർത്ഥനയിലും ശുശ്രൂഷയിലും പ്രകടമാകുന്ന അനുഭവ തലങ്ങളാണ്. 1. ശുദ്ധീകരണം, പ്യൂരിഫിക്കേഷൻ. ആത്മീയ യാത്രയുടെ ആദ്യ പടിയാണിത്. സാന്നിധ്യത്തിലേക്ക് അടുക്കുന്നതിന് മുൻപായി സ്വന്തം പാപങ്ങളെയും പരിമിതികളെയും തിരിച്ചറിഞ്ഞ് ആത്മാവിനെയും മനസ്സിനെയും ശുദ്ധീകരിക്കുന്ന ഘട്ടമാണിത്. ആരാധനയിൽ, പ്രത്യേകിച്ച് പരിശുദ്ധ കുർബാന ആരംഭിക്കുമ്പോൾ അതിൻ്റെ തുയോബോ, അതായത് ഒരുക്ക ശുശ്രൂഷയിൽ വൈദികൻ ബലിപീഠത്തിലേക്ക് കയറുന്നതിന് മുൻപായി അനുതാപത്തോടെ ദൈവസമക്ഷം പ്രാർത്ഥിക്കുന്നുണ്ട്. അതുപോലെ തന്നെ ഹൂസോയോ, പാപമോചനത്തിനും ആത്മീയ ശുദ്ധീകരണത്തിനുമായി സഭ ഒന്നടങ്കം നടത്തുന്ന പ്രാർത്ഥനയും ധൂപപ്രാർത്ഥനയും നമ്മുടെ ഈ ആരാധനയുടെ ഭാഗമാണ്. കൈകഴുകൽ, ബലിപീഠത്തിൽ ദൈവിക രഹസ്യങ്ങൾ സ്പർശിക്കുന്നതിന് മുമ്പ് വൈദികൻ വിരലുകൾ കഴുകുന്നതും ബാഹ്യവും ആന്തരികവുമായ ശുദ്ധീകരണത്തിൻ്റെ പ്രതീകമാണ്. മനുഷ്യൻ തൻ്റെ അഹങ്കാരത്തെയും പാപങ്ങളെയും കഴുകിക്കളഞ്ഞ് ബലഹീനതകളെ ഏറ്റുപറഞ്ഞ് ദൈവത്തിൻ്റെ മുമ്പിൽ സ്വയം ശൂന്യമാക്കുന്ന അനുഭവമാണിത്. രണ്ടാമതായി പ്രകാശീകരണം അഥവാ ഇലൂമിനേഷൻ. ശുദ്ധീകരിക്കപ്പെട്ട മനസ്സിലേക്ക് ദൈവിക സത്യത്തിൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും പ്രകാശം കടന്നുവരുന്ന രണ്ടാമത്തെ ഘട്ടം. സുറിയാനി ആരാധനയിൽ പ്രകാശം എന്ന ആശയത്തിന് വളരെ വലിയ പ്രാധാന്യമുണ്ട്. വചന ശുശ്രൂഷയിൽ, സുവിശേഷ വായനയിലൂടെയും മറ്റ് വചന പ്രഘോഷണത്തിലൂടെയും വിശ്വാസിയുടെ ആത്മീയ നേത്രങ്ങൾ തുറക്കപ്പെടുന്നു. വെളിവ് നിറഞ്ഞോരീശോ നിൻ വെളിവാൽ കാണുന്നു ഞങ്ങൾ എന്ന ഗീതം ദൈവിക പ്രകാശം ആത്മാവിലേക്ക് നിറയുന്നതിനെ പ്രതിനിധീകരിക്കുന്നു. തിരികത്തിക്കുമ്പോഴും വിരി മാറ്റുമ്പോഴും ഈ മദ്ബഹായിലെ പ്രകാശം പരക്കുന്നതും ദൈവിക രഹസ്യങ്ങൾ വെളിപ്പെടുന്നതും സൂചിതമാക്കുകയാണ്. അജ്ഞതയുടെയും നിരാശയുടെയും ഇരുളിൽ കഴിയുന്ന മനുഷ്യന് ക്രിസ്തുവാകുന്ന പ്രകാശം ജീവിതത്തിൻ്റെ യഥാർത്ഥ ലക്ഷ്യവും അർത്ഥവും കാണിച്ചു തരുന്നു. 3. ദൈവീകരണം, ഡെയിഫിക്കേഷൻ. പാശ്ചാത്യ സുറിയാനി ആത്മീയതയുടെ പരമോന്നത ഘട്ടമാണിത്. ഭൗതികനായ മനുഷ്യൻ ദൈവിക സ്വഭാവത്തിൽ പങ്കാളിയാകുന്ന അത്ഭുതകരമായ ഒരു പരിണാമമാണിത്. നമുക്കറിയാം, എപ്പിക്ലേസിസിൽ അപ്പവും മീഞ്ഞും ക്രിസ്തുവിൻ്റെ ശരീരവും രക്തവുമായി മാറുമ്പോൾ ഭൗതിക വസ്തുക്കൾ ദൈവികമായി മാറുന്നു. വിശുദ്ധ കുർബാന സ്വീകരിക്കുമ്പോൾ ഈ ദിവ്യരഹസ്യങ്ങൾ സ്വീകരിക്കുന്നതിലൂടെ ക്രിസ്തു വിശ്വാസിയിലും വിശ്വാസി ക്രിസ്തുവിലും വസിക്കുന്നു. പരിശുദ്ധ കുർബാനയുടെ സമയത്ത് നാം പ്രാർത്ഥിക്കുന്നു, വിശുദ്ധമായവ വിശുദ്ധിയുള്ളവർക്ക് വിശുദ്ധിയും വെടുപ്പുമുള്ളവർക്ക് നൽകപ്പെടുന്നു. മർത്യനായ മനുഷ്യൻ ദൈവകൃപയാൽ പരിശുദ്ധനാക്കപ്പെടുന്നു, ദൈവത്തോട് പൂർണ്ണമായി ഐക്യപ്പെടുന്നു. മണ്ണിൽ ജനിച്ച മനുഷ്യന് മണ്ണിലേക്ക് മടങ്ങി നശിച്ചു പോകാനല്ല, മറിച്ച് ദൈവിക ജീവൻ്റെ പങ്കാളിയാകാനാണ് വിളി ലഭിച്ചിരിക്കുന്നത് എന്ന പ്രത്യാശ ഇത് നൽകുന്നു. ഈ 3 ഘടകങ്ങൾ നമ്മുടെ ആരാധനയിൽ എങ്ങനെ അന്തർലീനമായിരിക്കുന്നുവെന്ന് കുറച്ചുകൂടി വ്യക്തമായി കാണുവാൻ നമുക്ക് പരിശ്രമിക്കാം. ചുരുക്കത്തിൽ, പാശ്ചാത്യ സുറിയാനി ആരാധനയിൽ ശുദ്ധീകരണം നമ്മെ ദൈവത്തിലേക്ക് അടുപ്പിക്കുന്നു, പ്രകാശീകരണം ദൈവിക രഹസ്യങ്ങൾ മനസ്സിലാക്കാൻ പ്രാപ്തരാക്കുന്നു, ദൈവീകരണം നമ്മെ ദൈവവുമായി എന്നേക്കുമായി ഒന്നിപ്പിക്കുന്നു. ഈ 3 ധാരകളും ഒന്നിച്ചു ചേരുമ്പോഴാണ് സുറിയാനി ആരാധന തികച്ചും പൂർണ്ണവും ജീവസുറ്റതുമായ ഒരു ആത്മീയ യാത്രയായി മാറുന്നത്. ഇനിയും പാശ്ചാത്യ സുറിയാനി ആരാധനയിൽ കാണപ്പെടുന്ന ശുദ്ധീകരണത്തിൻ്റെ തലങ്ങൾ എന്തെല്ലാമാണ് എന്ന് നമുക്ക് അല്പം വിശദമായിട്ട് കാണാൻ പരിശ്രമിക്കാം. ശുദ്ധീകരണം എന്നത് ഭൗതികമായ കഴുകലോ ബാഹ്യമായ അനുഷ്ഠാനമോ മാത്രമല്ല, അത് ആഴമേറിയ അനുതാപത്തിൽ അധിഷ്ഠിതമായ ആത്മീയ വിശുദ്ധീകരണമാണ്. സുറിയാനി പിതാക്കന്മാരുടെ ദർശനത്തിൽ അനുതാപമെന്നത് ഭയന്നു വിറയ്ക്കുന്ന അവസ്ഥയല്ല, മറിച്ച് ദൈവത്തിൻ്റെ അളവറ്റ കരുണയിലേക്ക് പ്രത്യാശയോടെ തിരികെ വരുന്ന മനപരിവർത്തനമാണ്. അനുതാപത്തിലൂടെ നടക്കുന്ന ഈ ശുദ്ധീകരണം ആരാധനയിൽ എങ്ങനെ പ്രകടമാകുന്നുവെന്ന് നമുക്ക് മനസ്സിലാക്കാം. 1.
ബലഹീനതയുടെ ഏറ്റുപറയിൽ, അക്നോളജ്മെൻറ്റ് ഓഫ് ഹ്യൂമൻ കണ്ടീഷൻ. സുറിയാനി ആരാധനയിൽ മനുഷ്യൻ ദൈവത്തിന് മുന്നിൽ നിൽക്കുന്നത് സ്വന്തം നീതിയിൽ അഹങ്കരിച്ചുകൊണ്ടല്ല, മറിച്ച് സ്വന്തം പരിമിതികളും പാപങ്ങളും തുറന്നു സമ്മതിച്ചുകൊണ്ടാണ്. സദറ പ്രാർത്ഥനയിലും ഹൂസോയ പ്രാർത്ഥനയിലും ഒക്കെ നാം പാപമോചന പ്രാർത്ഥന സഭ ഒന്നടങ്കം നടത്തുകയാണ്. കർത്താവേ, ഞങ്ങളുടെ കടങ്ങളും പാപങ്ങളും ഞങ്ങളോട് ക്ഷമിക്കണമേ, ഞങ്ങളെ കഴുകി ശുദ്ധീകരിക്കണമേ എന്ന് പ്രാർത്ഥിക്കുകയാണ്. ധൂപസമർപ്പണത്തിൽ ധൂപം ഉയരുമ്പോൾ അത് മനുഷ്യൻ്റെ പ്രാർത്ഥനയോടൊപ്പം അവൻ്റെ പാപക്കറകളെയും ദഹിപ്പിച്ച് ശുദ്ധീകരിക്കുന്നുവെന്ന് നാം വിശ്വസിക്കുകയാണ്. 2. കണ്ണീരും അനുതാപവും, ടിയേഴ്സ് ആസ് സ്പിരിച്വൽ ബാത്ത്. സുറിയാനി ആത്മീയതയിൽ കണ്ണീര് എന്നത് രണ്ടാമത്തെ മാമോദീസ എന്ന് വിശേഷിപ്പിക്കപ്പെടുന്നുണ്ട്. മാമോദീസായിൽ വെള്ളത്താൽ ശുദ്ധീകരിക്കപ്പെടുന്ന ആത്മാവ് പീഡകളും തെറ്റുകളും മൂലം അശുദ്ധമാകുമ്പോൾ അനുതാപത്തിൻ്റെ കണ്ണുനീരാൽ വീണ്ടും വിമലീകരിക്കപ്പെടുന്നു. ആരാധനയിലെ പല പ്രാർത്ഥനകളും അനുതാപിയുടെ നെഞ്ചിടിപ്പും വിതുമ്പലുമാണ്. നീതീകരിക്കുന്ന ദൈവമേ, പാപിയായ എന്നോട് കരുണ ചെയ്യണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ ആ ചുങ്കക്കാരൻ്റെ മനോഭാവത്തിന് ഈ പ്രാർത്ഥനയിൽ വലിയ സ്ഥാനം നൽകുകയാണ്. 3. ദൈവീയ കരുണയിലുള്ള പ്രത്യാശ, ഹോപ്പ് ഇൻ ഡിവൈൻ മേഴ്സി. അനുതാപത്തിലൂടെയുള്ള ശുദ്ധീകരണം നിരാശയിൽ അവസാനിക്കുന്നില്ല. ശിക്ഷിക്കുന്ന ദൈവത്തെയല്ല, മറിച്ച് അപ്പനെ പോലെ കാത്തിരിക്കുന്ന സ്നേഹനിധിയായ ദൈവത്തെയാണ് ആരാധന കാണിച്ചു തരുന്നത്. അൻപുടയോനെ നിൻ വാതിൽ എന്നുള്ള പരിശുദ്ധ കുർബാനയിലെ ഗാനത്തിൽ ഒരു ഭയമല്ല നാം കാണുന്നത്, മറിച്ച് ദൈവത്തിൻ്റെ കരുണയിലുള്ള തികഞ്ഞ വിശ്വാസത്തിൻ്റെ ജീവിതമാണ്. ആ കരുണയുടെ വാതിലിലാണ് അനുതാപി മുട്ടുന്നത്. 4. ശുദ്ധീകരണത്തിൻ്റെ പ്രതീകാത്മകത, ലിറ്റർജിക്കൽ സിംബൽസ് ഓഫ് ക്ലെൻസിങ്. കൈ കഴുകുമ്പോൾ വൈദികൻ പാപക്കറകളിൽ നിന്നുള്ള ശുദ്ധീകരണത്തെയും ഹൃദയ നൈർമല്യത്തെയും വ്യക്തമായിട്ട് നമ്മുടെ മുമ്പിൽ കാണിക്കുകയാണ്. അത് ദേവാലയത്തിൽ ശുശ്രൂഷ ചെയ്യുവാനുള്ള ഒരുക്കത്തെ സൂചിപ്പിക്കുകയാണ്. അതുപോലെ തന്നെ സമാധാനം നൽകുമ്പോൾ സഹോദരനോടുള്ള വിദ്വേഷവും അസൂയയും മനസ്സിൽ വെച്ചുകൊണ്ട് ദൈവത്തെ ശുദ്ധിയോടെ ആരാധിക്കാൻ കഴിയുകയില്ല. പരസ്പരം ക്ഷമിക്കുന്നതിലൂടെയാണ് ആന്തരിക ശുദ്ധീകരണം പൂർണ്ണമാകുന്നത്. ഹൃദയത്തിലെ അനുരഞ്ജനം ഇവിടെ കൈകളിലൂടെ സാധ്യമാവുകയാണ്. ആരാധന ദൈവശാസ്ത്രത്തിൽ ആത്മീയ അനുഭവങ്ങൾ കേവലം തലച്ചോറിലെ ചിന്തകളോ അരൂപിയായ സങ്കല്പങ്ങളോ അല്ല, മറിച്ച് അവ ശാരീരിക അനുഭവങ്ങളിൽ കൂടി അത് പ്രകടിപ്പിക്കുകയാണ്. സമാധാന കൈമാറ്റത്തിൽ മാത്രമല്ല, പ്രാർത്ഥനയിൽ കൈകൾ ഉയർത്തുമ്പോഴും കൈകൂപ്പുമ്പോഴും ഈ തത്വം നമുക്ക് കാണാൻ സാധിക്കും. ഹൃദയത്തിലെ ഭക്തിയും തകർച്ചയും ശരണപ്പാടും ദൈവം മുമ്പാകെ സമർപ്പിക്കപ്പെടുന്നത് ഈ കൈകളുടെ ഭാവങ്ങളിലൂടെയാണ്. കാരണം ഹാൻഡ്സ് ആർ ദി എക്സ്റ്റൻഷൻ ഓഫ് ദി ഹാർട്ട്. ഈ പശ്ചാത്തലത്തിനാണ് 51-ാം സങ്കീർത്തനത്തിൻ്റെ പ്രാധാന്യം നാം മനസ്സിലാക്കേണ്ടത്. സുറിയാനി ആരാധന പാരമ്പര്യം വളരെ പ്രാധാന്യം ഈ സങ്കീർത്തനത്തിന് നൽകുകയാണ്. ഇത് ആരാധനക്രമത്തിലെ ഒരു കേന്ദ്ര സ്ഥാനമാണ്. ഏറ്റവും കൂടുതൽ ഉപയോഗിക്കപ്പെടുന്ന സങ്കീർത്തനമാണിത്. പ്രാർത്ഥനകളിൽ അധികമായി ആവർത്തിച്ചൊല്ലുന്ന സങ്കീർത്തന ഭാഗമാണിത്. യാമപ്രാർത്ഥനകളിലും പരിശുദ്ധ കുർബാനയുടെ ആരംഭത്തിലും ഒക്കെ ഈ മസുമുറ നമുക്ക് കാണുവാൻ സാധിക്കും. പാശ്ചാത്യ സുറിയാനി ആരാധനക്രമത്തിൽ എന്തുകൊണ്ടാണ് ഈ സങ്കീർത്തന ഭാഗത്തിന് ഇപ്രകാരം പ്രാധാന്യം നൽകുന്നത്? അതിന് ആഴമേറിയ ദൈവശാസ്ത്രപരമായ അർത്ഥങ്ങളും ആത്മീയ സത്യങ്ങളും അതിൻ്റെ ഭാഗമായിട്ടുണ്ട്. വെറുമൊരു പ്രാർത്ഥന എന്നതിലുപരി സുറിയാനി സഭയുടെ ദൈവസങ്കല്പത്തെയും മനുഷ്യൻ്റെ രക്ഷാകര അനുഭവത്തെയും ഇത് വെളിപ്പെടുത്തുന്നു. ഇതിലെ പ്രധാനപ്പെട്ട ദൈവശാസ്ത്രപരമായ ചില കാഴ്ചപ്പാടുകൾ: 1. ഈ പ്രാർത്ഥന ദൈവത്തിൻ്റെ കരുണ ഏറ്റവും അധികമായി നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. സുറിയാനി ദൈവശാസ്ത്രം അനുസരിച്ച് മനുഷ്യൻ പ്രാർത്ഥിക്കുന്നത് തൻ്റെ നീതിയിലോ യോഗ്യതയിലോ ആശ്രയിച്ചല്ല, മറിച്ച് ദൈവത്തിൻ്റെ അളവറ്റ കരുണയിൽ മാത്രം ആശ്രയിച്ചുകൊണ്ടാണ്. ദൈവമേ, നിൻ്റെ കൃപയ്ക്കൊത്തവണ്ണം എന്നോട് കരുണ ചെയ്യണമേ എന്ന ആരംഭ വചനം തന്നെ മനുഷ്യൻ തൻ്റെ യാതൊരു യോഗ്യതയും അവകാശപ്പെടാതെ ദൈവകരുണയ്ക്കായി സ്വന്തം ഹൃദയം തുറക്കുന്നതിൻ്റെ ദൈവശാസ്ത്രമാണ്.
2, ഈ പ്രാർത്ഥന പാപത്തെക്കുറിച്ചുള്ള ഒരു സുറിയാനി സഭയുടെ കാഴ്ചപ്പാട് നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. പാശ്ചാത്യ ദൈവശാസ്ത്രത്തിൽ പലപ്പോഴും പാപമെന്നത് ഒരു നിയമലംഘനമായും അതിനുള്ള ശിക്ഷയായും കാണുമ്പോൾ, സുറിയാനി പാരമ്പര്യത്തിൽ പാപം ഒരു രോഗം, ആത്മാവിൻ്റെ മുറിവായിട്ടാണ് ചിത്രീകരിക്കപ്പെടുന്നത്. മനുഷ്യൻ പാപം മൂലം ആത്മീയമായി മുറിവേൽക്കുകയും അശുദ്ധനാവുകയും ചെയ്യുന്നു. 51-ാം സങ്കീർത്തനത്തിൽ നിന്റെ സോപ്പായാൽ എന്നെ കഴുകി വെടുപ്പാക്കണമേ എന്ന് പ്രാർത്ഥിക്കുമ്പോൾ അത് നിയമപരമായ ശിക്ഷാവിധിയിൽ നിന്നുള്ള മോചനമായിട്ടല്ല, മറിച്ച് ആത്മീയവും ആന്തരികവുമായ ഒരു സൗഖ്യമായിട്ടും ശുദ്ധീകരണവുമായിട്ടാണ് അവതരിപ്പിക്കുന്നത്. 3-ാമതായിട്ട് ഉരുകിയ മനസ്സാണ് ദൈവത്തിന് സ്വീകാര്യമായ ബലി. നുറുങ്ങിയ ഹൃദയത്തെ ദൈവം നിരസിക്കുന്നില്ല. പഴയ നിയമത്തിലെ മൃഗബലികൾക്കോ ബാഹ്യമായ അനുഷ്ഠാനങ്ങൾക്കോ മനുഷ്യന് പൂർണ്ണ രക്ഷ നൽകുവാൻ കഴിയുകയില്ല എന്ന ക്രിസ്തീയ ദൈവശാസ്ത്രം ഇവിടെ വ്യക്തമാക്കുന്നു. വൈദികൻ വിശുദ്ധ കുർബാന അർപ്പിക്കുന്നതിന് മുമ്പ് ഈ സങ്കീർത്തനം ചൊല്ലുന്നത് ബാഹ്യമായ അപ്പവും വീഞ്ഞും അർപ്പിക്കുന്നതിന് മുമ്പ് തന്നിലെ ഉരുകിയ ഹൃദയം അതൊരു സ്വീകാര്യമായ ബലിയായി മാറ്റപ്പെടണം എന്ന ഓർമ്മപ്പെടുത്തലുമായിട്ടാണ്. 4, പരിശുദ്ധാത്മാവും വീണ്ടെടുപ്പും. നിന്റെ പരിശുദ്ധാത്മാവിനെ എന്നിൽ നിന്ന് എടുക്കരുതേ, വെടിപ്പുള്ള ഹൃദയം എന്നിൽ സൃഷ്ടിക്കണമേ എന്ന് ഈ പ്രാർത്ഥനയിൽ നാം ചൊല്ലുന്നു. സുറിയാനി സഭയിൽ പരിശുദ്ധാത്മാവിനാലാണ് പുനരുജ്ജീവനം സാധ്യമാകുന്നത്. മാമോദീസായിലൂടെ ലഭിച്ച ആത്മീയ വസ്ത്രം പാപം മൂലം മങ്ങുമ്പോൾ പരിശുദ്ധാത്മാവിനാൽ വീണ്ടും പുതുക്കപ്പെടുന്നുള്ള ആഗ്രഹമാണ് ഈ സങ്കീർത്തനത്തിലൂടെ പ്രകടിപ്പിക്കുന്നത്. 5, കൂട്ടായ്മയുടെ ദൈവശാസ്ത്രം. സങ്കീർത്തനത്തിൻ്റെ അവസാന ഭാഗത്ത് ദാവീദ് രാജാവ് സഹിയോൻ്റെയും യെരൂശലേമിൻ്റെയും മതിലുകളെ പണിയണമേ എന്ന് പ്രാർത്ഥിക്കുന്നുണ്ട്. വ്യക്തിപരമായ അനുതാപം ഒടുവിൽ സഭയുടെ മുഴുവൻ ആത്മീയ വളർച്ചയിലേക്കും കാവലിലേക്കും നയിക്കുന്നു. സുറിയാനി ആരാധനക്രമത്തിൽ ഒരു വ്യക്തി പ്രാർത്ഥിക്കുമ്പോഴും അത് സഭയെന്ന ആകെ ശരീരത്തിൻ്റെ ആത്മീയ ഉന്നമനത്തിനു വേണ്ടിയുള്ളതാണ്. ചുരുക്കത്തിൽ സുറിയാനി സഭയിൽ 51-ാം സങ്കീർത്തനം വെറുമൊരു പശ്ചാത്താപ ഗാനമല്ല, മറിച്ച് മനുഷ്യൻ്റെ ബലഹീനതയും ദൈവത്തിൻ്റെ അളവറ്റ അഹേതുകമായ കരുണയും പരിശുദ്ധാത്മാവിലുള്ള സൗഖ്യവും കോർത്തിണക്കുന്ന ആഴമേറിയ ദൈവശാസ്ത്ര പ്രഖ്യാപനമാണ്. ഈ പശ്ചാത്തലത്തിലാണ് ഈ പാരമ്പര്യത്തിൽ വൈദികൻ ധരിക്കുന്ന കുപ്പായത്തിൻ്റെ നിറം കറുപ്പായിരിക്കുന്നത്. ഇത് വെറുമൊരു ഔദ്യോഗിക വസ്ത്രം മാത്രമല്ല, മറിച്ച് വൈദികൻ ആയിരിക്കേണ്ട ഒരു ജീവിത അവസ്ഥയാണത് സൂചിപ്പിക്കുന്നത്. അത് അനുതാപത്തിൻ്റെ ആഴമേറിയ സങ്കേതവും പ്രതീകവുമായിട്ട് ആവിഷ്കരിക്കുകയാണ്. ഇതിൻ്റെ ദൈവശാസ്ത്രപരമായ ചില അർത്ഥങ്ങൾ നമുക്ക് കാണാൻ പരിശ്രമിക്കാം. 1, ഈ കറുത്ത കുപ്പായം ധരിക്കുന്നത് വഴി പുരോഹിതൻ താൻ ലോകത്തിന് മരിച്ചവനെന്ന് പ്രഖ്യാപനം നടത്തുകയാണ്. നമുക്കറിയാം, മരണത്തിൻ്റെ ഒരു പ്രതീകമാണ് കറുപ്പ് നിറം. ലൗകിക മോഹങ്ങളുടെ അവസാനത്തിൻ്റെ പ്രതീകമായിട്ട് ഇത് മാറുകയാണ്. ഒരു വൈദികൻ കറുത്തകുപ്പായം ധരിക്കുമ്പോൾ താൻ ഈ ലോകത്തിലെ പാപങ്ങൾക്കും സ്വാർത്ഥതയ്ക്കും മരിച്ചിരിക്കുന്നുവെന്നും ഇനിയും ജീവിക്കുന്നത് ക്രിസ്തുവിനായി മാത്രമാണെന്നും സാക്ഷ്യപ്പെടുത്തുകയാണ്. 2, ഇത് അനുതാപത്തിൻ്റെ ചാക്കുവസ്ത്രമാണ്. പഴയ നിയമത്തിൽ പ്രവാചകന്മാരും രാജാക്കന്മാരും തെറ്റുകൾ പറ്റി ദൈവത്തിന് മുമ്പാകെ അനുതപിക്കുമ്പോൾ ചാക്കുവസ്ത്രം അണിഞ്ഞ് ചാമ്പലിൽ ഇരിക്കുമായിരുന്നു. സുറിയാനി പാരമ്പര്യത്തിൽ ഈ കറുത്ത കുപ്പായം എന്നത് ഈ പഴയ നിയമ ചാക്കുവസ്ത്രത്തിൻ്റെ ആരാധനപരമായ തുടർച്ചയാണ്. ദൈവത്തിനുമുമ്പാകെ വിനീതനായി പാപങ്ങൾ ഏറ്റുപറയുന്ന ഒരു അനുതാപിയുടെ ഭാവമാണ് ഇവിടെ നൽകുന്നത്. 3, വെളിച്ചത്തിൻ്റെ വസ്ത്രം നഷ്ടപ്പെട്ടതിൻ്റെ ഒരു ഓർമ്മ കൂടിയാണിത്. സുറിയാനി ദൈവശാസ്ത്രമനുസരിച്ച് ഏദൻ തോട്ടത്തിൽ ആദാമും ഹൗവായും പാപം ചെയ്തപ്പോൾ അവർക്ക് ദൈവം നൽകിയിരുന്ന പ്രകാശത്തിൻ്റെ വസ്ത്രം നഷ്ടപ്പെടുകയും അവർ അന്ധകാരത്തിലാവുകയും ചെയ്തു. ഈ കറുത്ത കുപ്പായം മനുഷ്യൻ്റെ ഈ വീഴ്ചയും അന്ധകാരത്തെയും ഓർമ്മിപ്പിക്കുന്നു. അനുതാപത്തിലൂടെ മാത്രമേ നഷ്ടപ്പെട്ട ആ ദൈവിക പ്രകാശം തിരിച്ചു കിട്ടൂ എന്ന് അത് നിശബ്ദമായി പ്രഘോഷിക്കുന്നു. നമ്മുടെ ഈ പാരമ്പര്യത്തിൽ
പരിശുദ്ധ കുർബാനയ്ക്ക് മുമ്പ് ഈ കറുത്ത കുപ്പായത്തിന് മുകളിലാണ് വൈദികൻ തിരുവസ്ത്രങ്ങൾ അണിയുന്നത്. പ്രകാശമുള്ള ശോഭയുള്ള വൈദിക വസ്ത്രങ്ങൾ അണിയുന്നത് ഈ അനുതാപത്തിൻ്റെ വസ്ത്രത്തിൻ്റെ മുകളിലാണ്. അനുതാപമെന്ന കറുത്ത ഈ പ്രകൃതിയിൽ നിന്ന് വിശുദ്ധ കുർബാനയിലൂടെയും ക്രിസ്തുവിൻ്റെ രക്തത്താൽ ലഭിക്കുന്ന ഉയർപ്പിൻ്റെയും വീണ്ടെടുപ്പിൻ്റെയും വെളുത്ത വസ്ത്രത്തിലേക്ക്, ഗാർമെൻ്റ് ഓഫ് സാൽവേഷൻ, മനുഷ്യൻ രൂപാന്തരപ്പെടുന്നു എന്നതിൻ്റെ ദൃശ്യ ആവിഷ്കാരമാണിത്. 5. നിത്യമായ ഒരു പ്രാർത്ഥനാ ഭാവം. സഭയുടെ ശുശ്രൂഷകൻ എപ്പോഴും അനുതാപത്തിൻ്റെ ഭാവത്തിലായിരിക്കണം. സഭയ്ക്കു വേണ്ടിയും ജനങ്ങളുടെ പാപപരിഹാരത്തിനു വേണ്ടിയും മധ്യസ്ഥത വഹിക്കേണ്ടവനാണ് വൈദികൻ എന്ന ഓർമ്മപ്പെടുത്തലാണ് ഈ വസ്ത്രം നൽകുന്നത്. ചുരുക്കത്തിൽ ഈ കറുത്തകുപ്പായം പുരോഹിത ശ്രേണിയിലുള്ളവരെ വിനയമുള്ളവരാക്കുകയും ദൈവത്തിൻ്റെ അളവറ്റ കരുണയ്ക്ക് മുമ്പിൽ തങ്ങളെ തന്നെ പ്രതിഷ്ഠിക്കുകയും ചെയ്യുന്നു. ഇത് ക്രിസ്തുവിൻ്റെ കുരിശിൻ്റെ തണലിൽ വിനീതനായി നിൽക്കുന്ന ഒരു അനുതാപിയുടെ വിശുദ്ധമായ അങ്കിയാണ് എന്നുള്ള മനോഹരമായ ചിന്ത ഈ പ്രതീകത്തിലൂടെ നമുക്ക് ലഭിക്കുകയാണ്. പാശ്ചാത്യ സുറിയാനി ആരാധനയിൽ അനുതാപമെന്നത് മനുഷ്യനെ കുറ്റബോധത്തിൽ തളച്ചിടുന്ന ഒന്നല്ല, മറിച്ച് പാപഭാരങ്ങളിൽ നിന്ന് സ്വതന്ത്രനാക്കി ദൈവിക പ്രകാശവും ജീവനും സ്വീകരിക്കാൻ ആത്മാവിനെ പ്രാപ്തമാക്കുന്ന ആനന്ദകരമായ ഒരു വിമലീകരണമാണ്. പാശ്ചാത്യ സുറിയാനി ആരാധനയിലെ പാപപരിഹാര പ്രാർത്ഥനയിൽ അനുതാപവും ആത്മീയ ശുദ്ധീകരണവും ഏറ്റവും മനോഹരമായും ആഴത്തിലും ആവിഷ്കരിക്കപ്പെടുന്നു. ഹൂസോയോ എന്ന സുറിയാനി വാക്കിൻ്റെ അർത്ഥം പാപമോചനം അല്ലെങ്കിൽ ശുദ്ധീകരണം എന്നാണ്. ഹൂസോയോ പ്രാർത്ഥനകൾ എന്നത് മനുഷ്യനെ അപകർഷതാബോധത്തിലോ നിരാശയിലോ തള്ളിയിടുന്ന ഒന്നല്ല, മറിച്ച് തൻ്റെ ദുരിതപൂർണമായ അവസ്ഥയിൽ നിന്ന് ദൈവിക പ്രകാശത്തിലേക്കും സ്വതന്ത്രമായ പുതിയൊരു അസ്തിത്വത്തിലേക്കും മടങ്ങി വരുവാനുള്ള ആത്മീയ പാതയാണ്. പാശ്ചാത്യ സുറിയാനി ആരാധനയിൽ ആന്തരിക മനപരിവർത്തനത്തിന് ഇത് കാരണമാകുന്നു. സുറിയാനി ആരാധനയിലെ ഓരോ പ്രാർത്ഥനയിലും മനുഷ്യനെ സ്വയം പരിശോധിക്കുവാനും സ്വന്തം അഹന്തകളെ വെടിഞ്ഞ സ്നേഹത്തിലും ദൈവിക കൃപയിലും അധിഷ്ഠിതമായ ഒരു പുതിയ അസ്തിത്വത്തിലേക്ക് വളരുവാനും നിരന്തരം ആഹ്വാനം ചെയ്യുന്നു. ഇനിയും ഈ ആരാധനയിൽ കടന്നുവരുന്ന ആത്മീയതയുടെ രണ്ടാമത്തെ തലം, അത് പ്രകാശീകരണമാണ്, ഇല്യൂമിനേഷൻ. ശുദ്ധീകരണത്തിലൂടെ ഹൃദയത്തിലെ പാപക്കറകളും അഹങ്കാരവും കഴുകിക്കളഞ്ഞ ആത്മാവിലേക്ക് ദൈവിക സത്യത്തിൻ്റെ, വചനത്തിൻ്റെ, പരിശുദ്ധാത്മാവിൻ്റെ പ്രകാശം കടന്നുവരുന്ന അനുഭൂതിയാണിത്. സുറിയാനി പിതാക്കന്മാരുടെ ദർശനത്തിൽ ദൈവം പ്രകാശമാണ്. അതിനാൽ പ്രകാശീകരണം എന്നത് കേവലം ബുദ്ധിപരമായ അറിവല്ല, മറിച്ച് ദൈവിക പ്രകാശത്തിൽ സ്വന്തം അസ്തിത്വത്തെയും പ്രപഞ്ചത്തെയും ദർശിക്കുന്ന ആത്മീയ അനുഭൂതിയാണ്. ഈ ആരാധനയിൽ ഈ പ്രകാശീകരണം എന്ന ആശയം എപ്രകാരം പ്രതിഫലിക്കുന്നു എന്ന് ഹ്രസ്വമായിട്ട് കാണുവാൻ പരിശ്രമിക്കാം. ഒന്ന്, വചനപ്രഘോഷണവും ആത്മീയ നേത്ര തുറക്കലും. ശുദ്ധീകരിക്കപ്പെട്ട മനസ്സിലേക്ക് ദൈവത്തിൻ്റെ ജീവനുള്ള വചനം കടന്നു വരുമ്പോൾ ആത്മീയ അന്ധത നീങ്ങുന്നു. സുവിശേഷം വായിക്കുമ്പോൾ തിരികൾ കത്തിച്ചു പിടിക്കുന്നത് ക്രിസ്തുവാകുന്ന പ്രകാശം ലോകത്തിലേക്ക് കടന്നു വന്നതിനെ സൂചിപ്പിക്കുന്നു. വചനവും വെളിച്ചവും തമ്മിലുള്ള ബന്ധം നമുക്ക് ഇവിടെ കാണാൻ സാധിക്കുന്നു. വചനം കേൾക്കുന്നതിലൂടെ വിശ്വാസിയുടെ മനസ്സിലെ സംശയങ്ങളും അജ്ഞതയും നീങ്ങി ദൈവിക സത്യം വെളിപ്പെടുന്നു. വചനം പാതയ്ക്ക് വിളക്കും ഊടുവഴിക്ക് പ്രകാശവുമാകുന്നു. 2, പ്രകാശം എന്നുള്ള ആശയം. പ്രകാശത്തെക്കുറിച്ചുള്ള ഗീതങ്ങൾ ഈ സുറിയാനി ആരാധനയുടെ ഭാഗമാണ്. പരിശുദ്ധ കുർബാന ആരംഭിക്കുന്നത് തന്നെ വെളിവ് നിറഞ്ഞോരീശോ എന്നുള്ള ഗാനത്തോടുകൂടിയാണ്. പ്രകാശത്തിൻ്റെ ഉറവിടമായ ക്രിസ്തുവേ, നിൻ്റെ പ്രകാശത്തിൽ ഞങ്ങൾ പ്രകാശം കാണുന്നു എന്നുള്ള സങ്കീർത്തനം പാടിക്കൊണ്ടാണ് പരിശുദ്ധ ബലി ആരംഭിക്കുന്നത്. ഈ ഭൂമിയിലെ ഇരുളടഞ്ഞ അനുഭവങ്ങളിലും ക്രിസ്തുവിൻ്റെ പ്രകാശം മനുഷ്യന് അസ്തിത്വപരമായ വഴികാട്ടിയായി മാറുകയാണ്. 3, പ്രതീകാത്മകമായ ആരാധനയിലെ അടയാളങ്ങൾ. തിരി കത്തിക്കുമ്പോൾ സ്വയം എരിഞ്ഞു തീർന്നുകൊണ്ട് പ്രകാശം പരത്തുന്ന ഒരനുഭവമാണ് അവിടെ അവതരിപ്പിക്കുന്നത്. ഇത് ക്രിസ്തുവിൻ്റെ ആത്മസമർപ്പണത്തെയും വിശ്വാസി ലോകത്തിൽ പ്രകാശമായി മാറേണ്ടതിനെയും സൂചിപ്പിക്കുന്നു. വിശുദ്ധ മദ്ബഹായിലെ മറ മാറ്റുന്ന ഒരു അനുഭവം.
ഇവിടെ മദ്ബഹായിലെ മറ മാറ്റുമ്പോൾ അതിലെ വെളിച്ചം വിശ്വാസികളുടെ കണ്ണുകളിലേക്ക് കടന്നു വരുന്നു. മറഞ്ഞിരിക്കുന്ന ദൈവിക രഹസ്യങ്ങൾ ഭക്തർക്കായി തുറക്കപ്പെടുന്നതിൻ്റെയും വെളിപ്പെടുത്തുന്നതിൻ്റെയും പ്രതീകമാണിത്. 4. മാമോദീസായും പ്രകാശവും തമ്മിലുള്ള ബന്ധം. സുറിയാനി പാരമ്പര്യത്തിൽ മാമോദീസ അറിയപ്പെടുന്നത് തന്നെ പ്രകാശീകരണം, സാക്രമെൻ്റ് ഓഫ് ഇല്യൂമിനേഷൻ എന്നാണ്. വിശുദ്ധ കുർബാനയിൽ ഓരോ തവണ പങ്കുചേരുമ്പോഴും മാമോദീസായിൽ ലഭിച്ച ആ ദൈവിക പ്രകാശത്തെ വിശ്വാസി വീണ്ടും ജ്വലിപ്പിക്കുകയാണ് ചെയ്യുന്നത്. ചുരുക്കത്തിൽ പാശ്ചാത്യ സുറിയാനി ആരാധനയിലെ പ്രകാശീകരണം എന്നത് മനുഷ്യനെ അന്ധകാരത്തിൽ നിന്ന് സത്യത്തിലേക്കും അജ്ഞതയിൽ നിന്ന് ദൈവിക അറിവിലേക്കും നയിക്കുന്ന അനുഭവമാണ്. ഇരുളടഞ്ഞ ലോകത്തിൽ ദിശാബോധമില്ലാതെ ഉഴലുന്ന ഭൗതിക മനുഷ്യന് ക്രിസ്തുവിലൂടെ നിത്യമായ പ്രകാശവും അർത്ഥവും കണ്ടെത്തിക്കൊടുക്കുവാൻ ഈ ആരാധന അനുഭവം നമ്മെ സഹായിക്കുന്നു. പാശ്ചാത്യ സുറിയാനി ആരാധനയിലെ ഏറ്റവും ആകർഷണീയവും ആഴമേറിയവുമായ ഒരാശയമാണ് ഈ പ്രകാശത്തിൻ്റെ ദൈവശാസ്ത്രത്തിൻ്റെ ആവിഷ്കരണം. സുറിയാനി പിതാക്കന്മാരായ വിശുദ്ധ അപ്രേമും സാറുഗിലെ യാക്കോബും തങ്ങളുടെ രചനകളിലും ആരാധനാക്രമങ്ങളിലും പ്രകാശം എന്നത് കേവലം ഒരു ഭൗതിക വസ്തുവോ അല്ലെങ്കിൽ ഒരു ഉപമയോ മാത്രമായിട്ടല്ല അവതരിപ്പിക്കുന്നത്, മറിച്ച് ദൈവത്തിൻ്റെ സ്വഭാവത്തെയും അവിടുത്തെ വെളിപാടിനെയും സൂചിപ്പിക്കുന്ന ആത്മീയ യാഥാർത്ഥ്യമാണ്. ദൈവം സ്വയം പ്രകാശമാകുന്നു. സുറിയാനി ദൈവശാസ്ത്രത്തിൽ ദൈവത്തെ നിർവചിക്കുന്നത് അനാദിയായ പ്രകാശമെന്നാണ്. അൺക്രിയേറ്റഡ് ലൈറ്റ്. ദൈവം പ്രകാശത്തെ സൃഷ്ടിക്കുക മാത്രമല്ല ചെയ്തത്, അവിടുന്ന് തന്നെ പ്രകാശമാകുന്നു. സത്യപ്രകാശവും പ്രകാശത്തിൻ്റെ ഉറവിടവും പ്രകാശത്തിൽ വസിക്കുന്നവനുമായ ക്രിസ്തുവേ എന്നാണ് പ്രാർത്ഥനകൾ പ്രത്യേകമായി വിശേഷിപ്പിക്കുന്നത്. ക്രിസ്തുവിനെ പിതാവാകുന്ന മഹാപ്രകാശത്തിൽ നിന്ന് പുറപ്പെട്ട പ്രകാശത്തിൽ നിന്നുള്ള പ്രകാശമായി ആരാധന അവതരിപ്പിക്കുന്നു. ഈ ലോകത്തിൻ്റെ അന്ധകാരത്തിലേക്ക് എഴുന്നള്ളിയ ക്രിസ്തു മനുഷ്യകുലത്തിന് ജീവൻ്റെയും സത്യത്തിൻ്റെയും വെളിച്ചമായി മാറി. 2. നുഹറോ ഷാറീറോ, സത്യപ്രകാശം. പാശ്ചാത്യ സുറിയാനി കുർബാനയിൽ ഏറ്റവും പ്രധാനപ്പെട്ടൊരു ഗീതമാണ് വെളിവ് നിറഞ്ഞൊരു ഈശോ എന്ന ഗാനം. ഈ ഗാനത്തിൻ്റെ ദൈവശാസ്ത്രം വളരെ അർത്ഥപൂർണമാണ്. നിൻ്റെ പ്രകാശത്താൽ ഞങ്ങളുടെ ആത്മാക്കളെ പ്രകാശിപ്പിക്കണമേ എന്ന് സഭ പാടിക്കൊണ്ട് പ്രഘോഷിച്ചുകൊണ്ടാണ് പരിശുദ്ധ കുർബാന ആരംഭിക്കുന്നത്. ദൈവത്തിൻ്റെ പ്രകാശം കൂടാതെ നമുക്ക് പ്രകാശത്തെയോ യഥാർത്ഥ സത്യത്തെയോ കാണാൻ കഴിയുകയില്ല. സൂര്യൻ്റെ വെളിച്ചത്തിൽ മാത്രമേ ഭൂമിയിലെ വസ്തുക്കളെ കാണാൻ കഴിയുന്നതുപോലെ ദൈവത്തിൻ്റെ പ്രകാശത്തിൽ മാത്രമേ സ്വന്തം അസ്തിത്വത്തെയും ദൈവിക സത്യങ്ങളെയും ശരിയായി ദർശിക്കാൻ മനുഷ്യന് സാധിക്കൂ. 3. സൃഷ്ടിയും വീണ്ടെടുപ്പും പ്രകാശത്തിലൂടെ. വെളിച്ചമുണ്ടാകട്ടെ എന്ന് ദൈവം കൽപ്പിച്ചപ്പോൾ ലോകം ഇരുളിൽ നിന്ന് പ്രകാശത്തിലേക്ക് കടന്നുവന്നു. പാപത്താൽ അന്ധകാരത്തിലായ മനുഷ്യകുലത്തെ വീണ്ടെടുക്കുവാൻ നിത്യപ്രകാശമായ ക്രിസ്തു പരിശുദ്ധ കന്യകമറിയാമിൽ നിന്ന് മനുഷ്യജന്മം സ്വീകരിച്ചു. മാമോദീസ വഴി വിശ്വാസി പ്രകാശത്തിൻ്റെ മകനായി മകളായി വീണ്ടും ജനിക്കുന്നു. 4. ബലിപീഠത്തിലെ പ്രകാശ സംക്രമണം, ലിറ്റർജിക്കൽ മാനിഫെസ്റ്റേഷൻ. സുറിയാനി ആരാധനയിൽ പ്രകാശത്തിൻ്റെ ദൈവശാസ്ത്രം പഞ്ചേന്ദ്രിയങ്ങളിലൂടെ ഭക്തർക്ക് അനുഭവവേദ്യമാക്കുകയാണ്. 5. അസ്തിത്വപരമായ ഒരു തലം. മനുഷ്യൻ്റെ അനുദിന ജീവിതത്തിലെ അന്ധകാരങ്ങളായ നിരാശ, ഭയം, അജ്ഞത, മരണം എന്നിവയ്ക്ക് മുമ്പിൽ സുറിയാനി സഭ പ്രകാശത്തിൻ്റെ ദൈവശാസ്ത്രം അവതരിപ്പിച്ചുകൊണ്ട് വലിയ പ്രത്യാശ നൽകുകയാണ്. ഈ ആരാധനയിൽ പ്രകാശം എന്നത് അറിവിൻ്റെ മാത്രം പ്രതീകമായിട്ടല്ല, മറിച്ച് ദൈവിക ജീവൻ്റെ സാന്നിധ്യമായിട്ടാണ് അവതരിപ്പിക്കപ്പെടുന്നത്. ആരാധനയിൽ പങ്കെടുക്കുന്ന വിശ്വാസി ദൈവത്തിൻ്റെ പ്രകാശത്താൽ നിഴലുകൾ നീക്കപ്പെട്ട് സ്വന്തം ജീവിതത്തിലും ചുറ്റുമുള്ള ലോകത്തിലും പ്രകാശമായി മാറുവാൻ വിളിക്കപ്പെട്ടിരിക്കുന്നു എന്ന സത്യം ഇവിടെ അവതരിപ്പിക്കുകയാണ്. ഈ ആരാധനയിൽ രക്ഷാകര ചരിത്രം എന്നത് വിരസമായ ഒരു ചരിത്ര സംഭവ വിവരണമല്ല, മറിച്ച് അത് പ്രകാശം എന്ന മനോഹരമായ ഒരു പ്രതീകത്തിലൂടെ അവതരിപ്പിക്കപ്പെടുന്ന ദൈവിക സത്യമാണ്.
സൃഷ്ടി മുതൽ ക്രിസ്തുവിൻ്റെ രണ്ടാം വരവ് വരെയുള്ള സകല രക്ഷാകര ഘട്ടങ്ങളും പ്രകാശത്തിൻ്റെയും അന്ധകാരത്തിൻ്റെയും തമ്മിലുള്ള ആത്മീയ ബന്ധത്തിലൂടെയാണ് പിതാക്കന്മാർ അവതരിപ്പിക്കുന്നത്. പാശ്ചാത്യ സുറിയാനി ആരാധനയിൽ രക്ഷാകര ചരിത്രം എന്നത് ഒരു ഭൂതകാലത്തിൻ്റെ ഒരു കഥയല്ല, പിന്നെയോ അന്ധകാരത്തിൽ നിന്ന് പ്രകാശത്തിലേക്കും മരണത്തിൽ നിന്ന് നിത്യജീവനിലേക്കുമുള്ള ആത്മാവിൻ്റെ പ്രയാണമാണ്. ഓരോ വിശുദ്ധ കുർബാനയിലും പ്രാർത്ഥനയിലും പങ്കുചേരുമ്പോഴും വിശ്വാസി ഈ രക്ഷാകര പ്രകാശത്തിൻ്റെ അനുഭവത്തിൽ വീണ്ടും വീണ്ടും പങ്കാളിയാകുന്നു. അതുകൊണ്ടാണ് പാശ്ചാത്യ സുറിയാനി ആരാധനയിലെ പെരുന്നാളുകളിൽ ദേവാലയത്തിനുള്ളിലും പുറത്തു വെച്ച് നടക്കുന്ന പ്രദർശനങ്ങളിൽ കത്തിച്ച തിരി പിടിക്കുന്നതും അത് വഹിച്ചുകൊണ്ട് നാം തീർത്ഥയാത്ര നടത്തുന്നതും. ചുരുക്കത്തിൽ പാശ്ചാത്യ സുറിയാനി ആരാധനയിലെ പ്രദക്ഷിണത്തിൽ കത്തിച്ച തിരി എന്തി നടക്കുക എന്നത് ഒരു ഭൗതിക ചടങ്ങല്ല, മറിച്ച് അന്ധകാരവും നിരാശയും നിറഞ്ഞ ഈ ഭൗതിക ലോകത്തിലൂടെ നിത്യപ്രകാശമായ ക്രിസ്തുവിനെ ഉള്ളിൽ വഹിച്ച് അവിടുത്തെ സ്നേഹവും സമാധാനവും ചൊരിഞ്ഞുകൊണ്ട് സ്വർഗീയ ലക്ഷ്യത്തിലേക്ക് മുന്നേറുന്ന ആത്മീയ യാത്രയുടെ പ്രതീകമാണ്. മൂന്നാമതായി ദൈവീകരണം എന്ന ആശയം. ഇത് സഭാവിശ്വാസത്തിൻ്റെ ഏറ്റവും കേന്ദ്രീകൃതമായ ഒരു ദൈവശാസ്ത്ര സങ്കല്പമാണ്. പിതാക്കന്മാർ പഠിപ്പിച്ചതുപോലെ ദൈവം മനുഷ്യനായത് മനുഷ്യൻ ദൈവീകരിക്കപ്പെടുന്നതിന് വേണ്ടിയാണ്. മനുഷ്യൻ ഭൗതികവും ആത്മീയവുമായ അവസ്ഥയിൽ ദൈവിക സ്വഭാവത്തിൽ പങ്കാളിയാകുന്ന അനുഭവമാണിത്. പാശ്ചാത്യ സുറിയാനി ആരാധനാക്രമങ്ങളിൽ ഈ ദൈവീകരണം എന്ന ആശയം വളരെ പ്രസ്പഷ്ടമായി നമുക്ക് കാണാൻ സാധിക്കും. ഒന്നാമതായി വചനത്തിൻ്റെ അവതാരം, ഇൻകാർണേഷൻ. ദൈവീകരണത്തിൻ്റെ ആദ്യ പടി ക്രിസ്തുവിൻ്റെ മനുഷ്യ ശരീര സ്വീകരണമാണ്. പാശ്ചാത്യ സുറിയാനി ആരാധനക്രമത്തിലെ പ്രാർത്ഥനകളിൽ ദൈവത്തിൻ്റെ താഴ്മയും തന്മൂലം മനുഷ്യനുണ്ടായ മഹത്വീകരണവും നിരന്തരം ഓർമ്മിപ്പിക്കപ്പെടുന്നു. ദൈവകുമാരൻ താഴ്ന്നിറങ്ങി നമ്മളിൽ ഒരാളായി തീർന്നതിലൂടെ മനുഷ്യപ്രകൃതിയെ വീണ്ടെടുക്കുകയും അതിനെ ദൈവിക പദവിയിലേക്ക് ഉയർത്തുകയും ചെയ്തു. 2. വിശുദ്ധ കുർബാനയുടെ അനുഭവം. വിശുദ്ധ കുർബാനയിൽ പങ്കുകൊള്ളുന്നത് ദൈവീകരണത്തിൻ്റെ ഏറ്റവും വലിയ അനുഭവമാണ്. പരിശുദ്ധ കുർബാനയിൽ അപ്പവും വീഞ്ഞും പരിശുദ്ധാത്മാവിനാൽ ക്രിസ്തുവിൻ്റെ ശരീരരക്തങ്ങളായി മാറുവാൻ നാം പ്രാർത്ഥിക്കുന്നു. ഈ വിശുദ്ധ രഹസ്യങ്ങൾ വിശ്വാസി ഉൾക്കൊള്ളുമ്പോൾ ആ വ്യക്തി ക്രിസ്തുവിനോട് പൂർണ്ണമായി ഐക്യപ്പെടുകയും അവനിൽ ക്രിസ്തുവിൻ്റെ ജീവനും ദൈവികതയും നിവസിക്കുകയും ചെയ്യുന്നു. മൂന്നാമതായി വിശുദ്ധ മാമോദീസ എന്ന പുതിയ ജനനം. മാമോദീസായിൽ സംഭവിക്കുന്നത് വെറുമൊരു കഴുകലല്ല, മറിച്ച് പുതിയ ജനനമാണ്. പഴയ മനുഷ്യൻ മരിച്ച് ക്രിസ്തുവിൽ പുതിയ മനുഷ്യനായി ഉയർത്തെഴുന്നേൽക്കുന്നു. ദൈവത്തിൻ്റെ പുത്രന്മാരും പുത്രിമാരുമായിട്ട് മാറ്റപ്പെടുകയാണ്. ഇതാണ് ദൈവീകരണത്തിൻ്റെ മാമോദീസായുടെ ഒരു സാക്ഷാത്കാരം. 4. ആരാധനക്രമത്തിലെ പ്രതീകങ്ങൾ ദൈവീകരണത്തെ നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുന്നു. വിശുദ്ധ മദ്ബഹ, അത് ദൈവിക സാന്നിധ്യത്തിൻ്റെയും പ്രകാശത്തിൻ്റെയും പ്രതീകമാണ്. ബലിപീഠത്തിലെ തിരശ്ശീല നീക്കുമ്പോൾ അന്ധകാരത്തിൽ നിന്ന് ദൈവിക വെളിച്ചത്തിലേക്ക്, അതായത് അമർത്യതയിലേക്കും ദൈവികത്വത്തിലേക്കുമുള്ള മനുഷ്യൻ്റെ പ്രവേശനത്തെ അത് അവതരിപ്പിക്കുന്നു. പാശ്ചാത്യ സുറിയാനി പാരമ്പര്യത്തിൽ ദൈവീകരണം എന്നാൽ മനുഷ്യൻ സ്വയം ദൈവമായി മാറുകയെന്നല്ല, മറിച്ച് ദൈവത്തിൻ്റെ കൃപയാലും പരിശുദ്ധാത്മാവിൻ്റെ ശുദ്ധീകരണത്താലും ദൈവിക പരിശുദ്ധിയിലും അമർത്യതയിലും ദൈവസ്നേഹത്തിലും പങ്കാളിയാകുക എന്നുള്ളതാണ്. സുറിയാനി സഭാ ദൈവശാസ്ത്രത്തിൽ ദൈവീകരണം എന്നത് ഒരു തത്വചിന്ത എന്ന നിർവചനത്തിനപ്പുറം കാവ്യാത്മകവും പ്രതീകാത്മകവും വിമോചനപരവുമായ ഒരു അനുഭവമാണ്. പിതാക്കന്മാരായ മാർ അപ്രേം, മാർ യാക്കോബ്, മാർ ഇസ്ഹാക്ക് തുടങ്ങിയവരുടെ രചനകളിലും പ്രാർത്ഥനാക്രമങ്ങളിലും ഈ ദൈവീകരണം എന്ന ആശയം അതിമനോഹരമായി ആവിഷ്കരിക്കപ്പെടുന്നുണ്ട്. ഒന്നാമതായി വസ്ത്രം എന്ന ഒരു അലങ്കാര പ്രയോഗം ഈ ദൈവശാസ്ത്രത്തിൽ നാം അധികമായി ഉപയോഗിക്കുന്നുണ്ട്. പിതാക്കന്മാർ ദൈവീകരണത്തെ ചിത്രീകരിക്കാൻ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രതീകമാണ് വസ്ത്രം. ഏദൻ തോട്ടത്തിൽ വെച്ച് മനുഷ്യന് ദൈവിക മഹിമയുടെ വസ്ത്രം
സ്വർഗീയ മഹിമയുടെ അങ്കി നഷ്ടപ്പെടുകയും അവന് നഗ്നത അനുഭവപ്പെടുകയും ചെയ്തു. ദൈവം മനുഷ്യൻ്റെ ബലഹീനമായ ശാരീരിക പ്രകൃതിയെ അണിയുകയും റീക്ലോത്തിങ് പകരം തൻ്റെ ദൈവിക മഹിമയുടെ വസ്ത്രം മനുഷ്യന് തിരികെ നൽകുകയും ചെയ്തു. വിശുദ്ധ അപ്രയം പാടിയതുപോലെ അവിടുന്ന് തൻ്റെ ദൈവികതയെ നമുക്ക് തരേണ്ടതിനായി നമ്മുടെ മനുഷ്യത്വത്തെ അണിഞ്ഞു. 2. സ്നേഹത്താലുള്ള പങ്കാളിത്തം. ദൈവത്തിൻ്റെ സ്വഭാവവും മനുഷ്യൻ്റെ സ്വഭാവവും തമ്മിലുള്ള ഒരു ദാർശനിക വേർതിരിവുകൾക്കപ്പുറം സുറിയാനി പാരമ്പര്യത്തിൽ ദൈവീകരണം എന്നാൽ മനുഷ്യൻ പ്രകൃത്യ ബൈ എസൻസ് ദൈവമായി മാറുക എന്നല്ല, മറിച്ച് ദൈവത്തിൻ്റെ കൃപയാലും സ്നേഹത്താലും പരിശുദ്ധാത്മാവിൻ്റെ ശുദ്ധീകരണത്താലും മനുഷ്യൻ ദൈവത്തിൻ്റെ സ്വഭാവത്തിന് പ്രായോഗികമായി അനുകാരിയും പങ്കാളിയുമായി മാറുക എന്നതാണ്. 3. സഭയിലെ കൂദാശകളിലൂടെയുള്ള സാക്ഷാത്കാരം. സുറിയാനി സഭയിൽ ദൈവീകരണം കേവലം ബുദ്ധിപരമായ ആശയമല്ല, അത് കൂദാശകളിലൂടെ ജീവിക്കുന്ന അനുഭവമാണ്. ക്രിസ്തു ജോർദാനിൽ ഇറങ്ങിയപ്പോൾ തൻ്റെ ദൈവിക പ്രകാശത്തെയും പരിശുദ്ധാത്മാവിനെയും വെള്ളത്തിൽ നിക്ഷേപിച്ചു എന്ന് പിതാക്കന്മാർ പഠിപ്പിക്കുന്നുണ്ട്. മാമോദീസായിലൂടെ വിശ്വാസി വീണ്ടും ദൈവിക മഹിമയുടെ അങ്കി അണിയുകയും ദൈവത്തിൻ്റെ പുത്രത്വത്തിലേക്ക് സാദൃശ്യപ്പെടുകയും ചെയ്യുന്നു. ക്രിസ്തുവിൻ്റെ ശരീരരക്തങ്ങളിൽ ഉള്ള പങ്കുചേരൽ വിശ്വാസിയുടെ ഉള്ളിൽ ദൈവിക അഗ്നി വർദ്ധിപ്പിക്കുകയും അവനെ ദൈവിക സ്വഭാവത്തോട് ഐക്യപ്പെടുത്തുകയും ചെയ്തു. 4. മാതൃകയായ പരിശുദ്ധ ദൈവമാതാവ്. സുറിയാനി പാരമ്പര്യത്തിൽ ദൈവീകരണം ഏറ്റവും പൂർണ്ണമായി വിളങ്ങി നിൽക്കുന്നത് പരിശുദ്ധ ദൈവമാതാവിലാണ്. ദൈവകുമാരനെ ഉള്ളിൽ പേറുകയും അവനുമായി പൂർണ്ണ ഐക്യത്തിലാകുകയും ചെയ്ത മറിയം ദൈവീകരിക്കപ്പെട്ട മനുഷ്യപ്രകൃതിയുടെ ഏറ്റവും മനോഹരമായ മാതൃകയാണ്. ചുരുക്കത്തിൽ സുറിയാനി വിചാരധാരയിൽ ദൈവീകരണം എന്നാൽ ക്രിസ്തുവിലൂടെ മനുഷ്യത്വത്തിന് ലഭിച്ച വീണ്ടെടുപ്പും ദൈവത്തിൻ്റെ മക്കളായി മാറുന്ന പുത്രത്വത്തിൻ്റെ അനുഭവമാണ്. കേവലം തത്വചിന്തയ്ക്കപ്പുറം ആരാധനയിലൂടെയും സ്നേഹത്തിലൂടെയും അനുഭവിക്കേണ്ട ഒന്നാണ് സുറിയാനി സഭയിലെ ദൈവീകരണം എന്ന ആശയം. താങ്ക് യു.